ട്രംപിൻ്റെ സുരക്ഷയിൽ ആശങ്ക. വളരെ അത്യാവശ്യമുള്ളതല്ലാത്ത ഒരു പരിപാടിയിലും പങ്കെടുക്കരുതെന്ന് പെൻറ്റഗണിൻ്റെ ഭാഗത്ത് നിർദ്ദേശമുണ്ടായ വിവരങ്ങളും പുറത്തു വന്നു. ഇറാൻ്റെ ചാരന്മാർ അറേബ്യൻ രാജ്യങ്ങൾ മാത്രമല്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ചെതറിക്കിടക്കുകയാണ്. അവർ തീർച്ചയായിട്ടും ട്രംപിനെ ലക്ഷ്യമാക്കും എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇലക്ഷൻ്റെ പ്രചരണത്തോടനുബന്ധിച്ച് ഒരു വധശ്രമം ട്രംപിന് നേരെ ഉണ്ടായിട്ടുണ്ട്. അത്ഭുതകരമായിട്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. നമുക്കറിയാം, തലക്ക് വെച്ച വെടി ചെവിക്ക് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം ഇലക്ഷൻ നടന്നു, ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം ഈ വിഷയങ്ങൾ അവസാനിച്ചിട്ടൊന്നുമില്ല. ട്രംപ് പ്രസിഡന്റ് ആയതിന് ശേഷവും 4 പ്രാവശ്യമെങ്കിലും വധശ്രമത്തിന് വിധേയമായിരിക്കുന്ന പ്രസിഡന്റാണ് അമേരിക്കൻ പ്രസിഡന്റ്. അത് ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ മുറ്റത്ത് വരെ ശത്രു എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിലാണ് ശത്രുവിൻ്റെ പ്രവർത്തന രീതി എന്നുകൂടി വിശദീകരിക്കുന്നു. ഇപ്പോൾ പറയുന്ന കാര്യം, തുർക്കിയിൽ നിന്നുള്ള മടക്കത്തോടനുബന്ധിച്ച് ട്രംപിന് നേരെ ഉണ്ടായിരിക്കുന്ന വധശ്രമം ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞത്. വധശ്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി അന്വേഷിച്ചിട്ട് അത് യാഥാർത്ഥ്യമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഏതോ തരത്തിൽ അത് രഹസ്യം ചോർത്താൻ വേണ്ടിയിട്ട് ഇറാൻ്റെ കൈവശത്തിലുള്ള ഈ ആക്രമണ പദ്ധതിയുമായി ബന്ധപ്പെട്ട രഹസ്യം ചോർത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ട്രംപ് കൊല്ലപ്പെടും എന്ന അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട്. ഇനി ട്രംപ് കൊല്ലപ്പെടാത്ത രീതിയിൽ മറ്റു വിമാനത്തിലേക്ക് ചാടിക്കയറി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ഉന്നതമായിരിക്കുന്ന പെൻറ്റഗണും വൈറ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന ഉദ്യോഗസ്ഥരിൽ ഏകദേശം 30 പേരെങ്കിലും കൊല്ലപ്പെടും എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ മറ്റൊരു രഹസ്യം, അതായത് ട്രംപ് പോകുന്ന വിമാനം സൂപ്പർ 1 എന്ന് പറയുന്ന വിമാനങ്ങാനാണ് അയാൾ പോകുന്നത്. ആ വിമാനത്തിൽ ട്രംപ് കയറിയിട്ടില്ല എന്നുള്ളത് ഇറാന് ചോർന്ന് കിട്ടുകയും ചെയ്തു. ഓടിക്കയറേണ്ട ആ വിമാനം, അത് അമേരിക്കൻ വിമാനമാണ്. ആ വിമാനത്തിൽ കയറാതെ മറ്റ് വിമാനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഇറാന് ചോർന്ന് കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് ആക്രമണം നടക്കാത്തത് എന്നും കൂടി കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യങ്ങൾ ചോർത്തി അതിനനുസരിച്ചിട്ട് അവരുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന പ്രവർത്തനമാണ് നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ട്രംപിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന സുഹൃത്തുക്കൾ പോലും, അതായത് അടുത്തിരിക്കുന്ന സൈനികരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ഏത് തരത്തിലാണ് തങ്ങളെ അപായപ്പെടുത്താൻ വേണ്ടി കൂട്ടുനിൽക്കുക എന്ന കാര്യത്തിൽ വലിയ സംശയം നിലനിൽക്കുന്നു. ഈ ഒരു അവസ്ഥ, ഈ ഒരു സാഹചര്യങ്ങൾ ഇപ്പോൾ വല്ലാത്ത രീതിയിൽ പ്രയാസമാകുന്നു. മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ സഞ്ചാരം നടത്തുന്നത്, അതായത് ഇവർ സഞ്ചാരം നടത്തുക എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ അത് ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും സുരക്ഷിതമല്ല എന്നുള്ള റിപ്പോർട്ട് പറയുന്നു. അറേബ്യൻ രാജ്യങ്ങൾ സുരക്ഷിതമല്ല, മുസ്ലിം രാജ്യങ്ങൾ സുരക്ഷിതമല്ല, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ സുരക്ഷിതമല്ല, സുരക്ഷിതമുള്ള രാജ്യങ്ങളില്ല എന്നുള്ളതാണ് അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. മാത്രമല്ല, അമേരിക്കക്കകത്ത് തന്നെ വൻതോതിൽ പണം നൽകിക്കൊണ്ട് ഇറാൻ അവരുടെ ഈ ചാരവിഭാഗത്തെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. 18 ആക്രമിക്കേണ്ട അല്ലെ കൊലപ്പെടുത്തേണ്ട ലിസ്റ്റിൽ 1ാം സ്ഥാനത്തിരിക്കുന്ന ആളാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞത്. ട്രംപ് 2016 പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഖാസിം സുലൈമാനി എന്ന് പറയുന്ന എല്ലാ കാലത്തെയും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൈനിക കമാൻഡറെ അതിക്രൂരമായ രീതിയിൽ ട്രംപ് കൊലപ്പെടുത്തി. ട്രംപിൻ്റെ നേരിട്ടുള്ള ഉത്തരവാണ്. ഇസ്രായേലും ട്രംപും കൂടി സംയുക്തമായ രീതിയിൽ, അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്തത് എന്ന് ചുരുക്കം. അത് അയാൾ കൊല്ലപ്പെട്ടതോടുകൂടി ഇറാനും അമേരിക്കയും തമ്മിലുള്ള വൈരം വലിയ രീതിയിൽ കൂടുകയും ആ വൈരം ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ തമ്മിൽ ഒരു സഹകരണ മനോഭാവത്തോടു കൂടിയോ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയോ അടുക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യ അവസ്ഥകൾ നിലവിൽ ഇപ്പോൾ എവിടെ ഉണ്ട്? ഇറാനെ കേന്ദ്രീകരിച്ചു ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്.
അപ്പോൾ ട്രംപിനെ ഇല്ലാതാക്കുന്ന സമയത്ത് ലോകത്തോട് ഇതിനിടെ തന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം വലിയ വിവാദമായിരുന്നു. അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: തന്നെ വധിക്കാൻ വേണ്ടി ഇറാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തനിക്കറിയാം. അങ്ങനെ വധിക്കുകയാണെങ്കിൽ ഇറാന് നേരെ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം നടത്താനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ താൻ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ വധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? ഇറാനെ ആക്രമിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ തങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് താൻ സൈനികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് ട്രംപ് പറയുമ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ട്രംപ് സമ്മതിക്കുകയാണ്. അപ്പോൾ എത്ര വലിയ തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ ശക്തി ഉണ്ടായാലും, എത്ര വലിയ സമ്പത്ത് കൊണ്ട് പ്രതിരോധിക്കാൻ സാധിച്ചാലും ചില കാര്യത്തിൽ അതിജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് ഇറാൻ ചില കഥകൾ ഈ അടുത്ത കാലത്തായിട്ട് ലോകത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ഇറാൻ പറഞ്ഞത് അവസാനത്തെ വിജയം തങ്ങളുടേതാണ്. ഇപ്പൊക്കെ പല ഘട്ടങ്ങളിലായി ബൈബിൾ കഥകൾ എടുത്തു നോക്കിയിട്ട് ഇറാൻ ഇല്ലാതാകാൻ പോവുകയാണ്, ഇറാൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇസ്രായേലിൻ്റെയും ദൈവപുത്രൻ്റെയും ആൾക്കാരൊക്കെ വലിയ രംഗപ്രവേശനം ചെയ്യും, വലിയ വീരേതിഹാസങ്ങളൊക്കെ പറയും ബൈബിളിൻ്റെ കഥകൾ നോക്കിയിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ വിഭാഗം തന്നെ ആർക്ക് സപ്പോർട്ടാണ്? ജൂതന്മാർക്ക് സപ്പോർട്ടാണ്. ജൂതന്മാർക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത വിഭാഗമാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അവരുടെ ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റാൻ വേണ്ടിയിട്ട് ഒറ്റ കൊടുത്ത ആളാണ് ജൂതന്മാർ എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വൈരം ക്രിസ്ത്യാനികളൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും യേശു ക്രിസ്തു എന്ന് പറയുന്ന അവരുടെ ദൈവപുത്രനെ ഏറ്റവും ആദരവോടുകൂടി കാണുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം വിഭാഗം. പ്രവാചകനാണ് എന്ന് മാത്രമേ ഉള്ളൂ. പ്രവാചകത്വം നൽകിയിരിക്കുന്ന പ്രവാചകനാണ് എന്ന് ആണ് പറയുന്നത്. അതിനപ്പുറം നോക്കുന്ന സമയത്ത് വലിയ രീതിയിലെ ബഹുമാനവും ആദരവും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരത് അംഗീകരിക്കുന്നില്ല. ആരംഗീകരിക്കാത്തത്? ജൂത വിഭാഗം യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല, ജൂത വിഭാഗം പ്രവാചകനെ അംഗീകരിക്കുന്നില്ല, പ്രവാചകൻ മുഹമ്മദ് നബിയെയും അംഗീകരിക്കുന്നില്ല, അഥവാ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അംഗീകരിക്കുന്നില്ല. അപ്പം അങ്ങനെ ആകുന്ന സമയത്ത് ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളും അതിൻ്റെ മിഷനറികളും അതിൻ്റെ സംവിധാനങ്ങളും ഒക്കെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ വായിച്ചു വരുന്ന വിഷയം, അല്ലെങ്കിൽ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ട്രംപ് സുരക്ഷിതനല്ല. ലോകത്തിലെ ഒരു പ്രസിഡന്റും ഇതേപോലെ ഭയപ്പോടോടുകൂടിയും സങ്കടത്തോടു കൂടിയും ജീവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രക്ക് മാരകമായിരിക്കുന്ന അല്ലെങ്കിൽ മാനസികമായിരിക്കുന്ന വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രസിഡൻ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓർമ്മസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. ഇത് ഉറക്കത്ത് വിളിച്ച് പറയും പോലെയാണ്. ഒരു പ്രാവശ്യം പറയുന്നത് പിന്നീട് പറയില്ല, അല്ലെങ്കിൽ ഒന്നും തമ്മിൽ പറയുന്നതിന് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അതുമല്ലെങ്കിൽ പറയുന്ന കാര്യം പിറ്റേ തിരുത്തുകയും ചെയ്യും. ഈ തരത്തിലും ഈ രൂപത്തിലും ഈ രീതിയിലൊക്കെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അഥവാ അമേരിക്ക തോറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ വിജയിക്കാൻ പറ്റാത്ത തോൽവിയാണ്. ഇറാനുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ല എന്ന് അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇറാനുമായിട്ട് ബന്ധം വേണമെന്ന്, അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ബന്ധം വേണമെന്ന് ഇറാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നും കൂടി നമുക്ക് കൂട്ടി വായിക്കേണ്ടതാണ്. സയണിസത്തിൻ്റെ തലയറുത്തുകൊണ്ട് തങ്ങൾ ഈ മുദ്രാവാക്യം വിളിച്ച് രംഗപ്രവേശനം ചെയ്യും എന്നുള്ളതാണ് ഇറാനിയൻ വിപ്ലവ ഗാർഡ്സിൻ്റെ ആളുകൾ പറയുന്നത്. അത് നിസ്സാരമായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല, അത് യാഥാർത്ഥ്യമാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൺമുമ്പിലൂടെ അത്തരം മുദ്രാവാക്യം വിളിച്ച് പോകുന്നൊരു സമൂഹത്തെ കാണാൻ വേണ്ടി സാധിക്കും എന്ന് കൂടി പറയുന്നു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വിഷണ്ണമായിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ലോകത്തൊരു രാജ്യവും തങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. ആ സംഭവം കൂടി നടന്നതോടുകൂടി വലിയ പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ നിലവിലെ ട്രംപ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.